പ്രപഞ്ചത്തിന് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഇന്ന് എന്ത് സൂചനയാണ് നൽകുന്നത്? ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യനെന്ന വർഗത്തെ തന്നെ ഇല്ലാതാക്കുമോ എന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുണ്ട്. വീണ്ടും ഒരു പുതിയ ഭൂമി, മറ്റൊരു കാലഘട്ടം, അങ്ങനെ കുറേയധികം ചിന്തകൾ. പലപ്പോഴും ഇത്തരം വിവരങ്ങൾ കൂടുതൽ ചർച്ചയായി വരുമ്പോൾ ആളുകൾ പുച്ഛിക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഇത് നീണ്ടനാളത്തെ വിദഗ്ധരുടെ ഗവേഷണവും പഠനത്തിനും ശേഷം എത്തുന്ന ചില നിഗമനങ്ങളും കണ്ടെത്തലുകളുമാണ്. ഇപ്പോഴിതാ ഭൂമിയുടെ അവസാനം നാം പ്രവചിച്ചതിനേക്കാൾ നേരത്തെ ആയിരിക്കുമെന്ന പ്രവചനവുമായി നാസയിലെ ശാസ്ത്രജ്ഞരും രംഗത്തെത്തി. ഇതിനായി ഗവേഷകർ ഭൂമിയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണ് ആവിഷ്കരിച്ചത്. കണ്ടെത്തലുകളുടെ ഫലമായി ഏകദേശം 100 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം അടിമുടി മാറും. അതായത് വാസയോഗ്യമല്ലാതാകും. അതും കുറഞ്ഞ കാലയളവിൽ ഇത് സംഭവിക്കും. എങ്കിലും ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ബിഗ് ക്രഞ്ച് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിലൂടെയായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ അവസാനം എന്നാണ് ഭൗതിക ശാസ്ത്രജ്ഞരാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചം എക്കാലവും വികസിച്ചുകൊണ്ടിരിക്കുമെന്ന വിശ്വാസത്തിന് വിപരീതമായാണ്. കൂടാതെ ഡാർക്ക് എനർജി, അതായത് പ്രപഞ്ചത്തിന്റെ വികാസത്തിന് കാരണമാകുന്ന അജ്ഞാത ശക്തി, ഇത് കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സമീപകാല കണ്ടെത്തലുകളിലുണ്ട്. ഈ പഠനം ശരിയാണെങ്കിൽ 1100 കോടി വർഷങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വികാസം നിൽക്കും. തുടർന്ന് ഇതിന് നേർ വിപരീത രീതിയിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പതിയെ പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി പ്രപഞ്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാ താരപഥങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പരസ്പരം അടുത്തേക്ക് എത്താൻ തുടങ്ങും. അങ്ങനെ വളരെ ചൂടുള്ളതും സാന്ദ്രതയേറിയതുമായ സിംഗുലാരിറ്റിയിലേക്ക് തിരികെ എത്തുമെന്നും കണ്ടെത്തലുകളുണ്ട്. അതായത് മഹാവിസ്ഫോടനത്തിന് മുമ്പുള്ള പ്രപഞ്ചം ഈ സ്ഥിതിയിലായിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് അത്ര ലളിതമായ പ്രതിഭാസമല്ല. 13.8 ബില്യൺ വർഷം മുമ്പാണ് മഹാവിസ്ഫോടനം സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിന് 13.8 ബില്യൺ വർഷം പഴക്കമുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് ഈ പഠനങ്ങളും കണ്ടെത്തലുകളും പറയുന്നതനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ആകെ ആയുസ് ഏകദേശം 33.3 ബില്യൺ വർഷമാണ്. ഇതിനിടയിൽ നിലവിൽ ശാസ്ത്ര പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത മാത്രമാണ് ഈ ബിഗ് ക്രഞ്ച്. ഇനി ഒരു ചരിത്രം കൂടെ പറയാം. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണെന്നാണ് ശാസ്ത്രലോകം വിശദീകരിക്കുന്നത്. ഏതാണ്ട് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള സിദ്ധാന്തമാണിതെന്നാണ് പറയപ്പെടുന്നത്. 1920കളിൽ ബെൽജിയൻ ശാസ്ത്രജ്ഞർ നടത്തിയ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കൂടാതെ ഇന്ന് കാണുന്ന ഈ നക്ഷത്ര സമൂഹങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ പണ്ട് ഒന്നായിരുന്നുവെന്നും പറയുന്നുണ്ട്. മാത്രമല്ല അത് പിന്നീട് വികസിക്കുകയും അകന്നു പോവുകയും ചെയ്ത പ്രതിഭാസമാണിതെന്നും കണ്ടെത്തലുകളുണ്ട്. ഡാർക്ക് എനർജി ഗുരുത്വാകർഷണത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസം പ്രപഞ്ചത്തിൽ നടക്കുന്നത്. സൂര്യൻ കൂടുതൽ ചൂടും വികിരണങ്ങളും പുറത്തുവിടുന്നത് കാരണം സൂര്യന്റെ പ്രായം കൂടുന്നുണ്ട്. ഇതിന്റെ ഫലമായും ഭൂമി ചുട്ടുപൊള്ളും. ഭൂമി ജീവനില്ലാത്ത ഇടമായി മാറുമെന്നും പഠനങ്ങൾ പറയുന്നു. സമുദ്രങ്ങൾ വരണ്ടുണങ്ങും. ഒപ്പം ഓക്സിജൻ ഇല്ലാതാവും. എന്തിന് സൂക്ഷ്മജീവികൾ പോലും അതിജീവിക്കാനാകാത്ത അവസ്ഥ വരുമെന്നും പറയുന്നുണ്ട്. ഭൂമിയുടെ ജൈവമണ്ഡലത്തിന് ഏകദേശം 200 കോടി വർഷത്തെ ആയുസാണ് നിലവിലെ പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഭൂമി എന്ന ഗ്രഹത്തിന്റെ ആയുസ് ഇത്രയും ദീർഘമല്ലെന്ന് സൂചിപ്പിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.